Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. തുടങ്ങിയല്ലേ? കുറച്ചധികം പേരൊന്ന് കുറവാണ്. വെയിറ്റ് ചെയ്തിട്ടൊന്ന് അധികം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ നമുക്ക് തുടങ്ങാം. സിദ്ധാർത്ഥ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അടുത്തതാരാ? വീണ്ടും മ്യൂട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്യണോ കേട്ടാ. ഓക്കെ. സൗണ്ട് വരുന്നുണ്ട്. മഞ്ജു അല്ലേ? മഞ്ജുവിന്റെ അവിടെ നിന്നാണ്. അതൊന്ന് മ്യൂട്ട് ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പൊ ഇന്ന് മ്യൂട്ട് ചെയ്ത് കേട്ടാ. ഓക്കെ, അത് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തോണ്ടിരുന്നത് പല
എന്താ പറയാ ഫിഗേഴ്സ്, ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ ഒക്കെ ഇക്വേഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു അല്ലെ, ജോമെട്രിക്കൽ ഫിഗറുകളൊക്കെ, അതായത് റെക്ടാങ്കിള്, സ്ക്വയർ, കുറച്ച് ട്രയാങ്കിൾസിന്റെ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അല്ലെ, ഇക്വേഷൻസ് ഓഫ് ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതില് കുറച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു, കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, തുടർച്ച എന്നതുപോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ട്രയാങ്കിൾസിലാണ് നിർത്തിയത്. ആ ട്രയാങ്കിൾസ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, പലതരത്തിലുള്ള ട്രയാങ്കിൾ ഉണ്ട് അക്കോർഡിംഗ് ടു ദ ആംഗിൾസ്. ആംഗിൾസിന്റെ പേര് വെച്ചിട്ടാണെങ്കിൽ ആംഗിൾസിനെ വെച്ച് നോക്കുമ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ളത് അല്ലെ. പിന്നെ എന്താ പറയാ, നമുക്ക് പറയാം അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയിൽ കുറവായതിനെ അക്യൂട്ട് ആംഗിൾസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ ഇഫ് എനി വൺ ഓഫ് ദ ആംഗിൾ ഈസ് മോർ ദാൻ 90 ഡിഗ്രി, ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രിയിൽ കൂടുതലായതിനെ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. അപ്പൊ ട്രയാങ്കിളിന്റെ എന്താ പറയാ ആംഗിൾസിന്റെ മെഷർമെന്റിന്റെ ബേസിസിൽ ട്രയാങ്കിളിനെ തരംതിരിക്കുന്നുണ്ട്. മാത്രമല്ല സൈഡ്സിന്റെ ബേസിസിലും വശങ്ങളുടെ അടിസ്ഥാനത്തിലും ട്രയാങ്കിൾസിനെ, ത്രികോണങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. അപ്പൊ വശങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതാണ് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ പറഞ്ഞിരുന്നു അല്ലെ. സമഭുജ ത്രികോണം എന്താണെന്ന് പറഞ്ഞു, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, ആൻഡ് ഓൾസോ ആംഗിൾസ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഹലോ ടീച്ചർ. എന്തൊക്കെയോ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ബാക്കിയുള്ളവര് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ് നടക്കില്ല. കാണാൻ പറ്റുന്നില്ല ടീച്ചർ. എന്തോ ടീച്ചറിനെ കാണാൻ പറ്റുന്നില്ല. ആദ്യത് അറിയാൻ വയ്യ, എന്താണെന്ന് അറിയാം. അതെ, ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യും. ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടാവും. കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിംഗിൾ ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അവരവരുടെ നമ്മളുടെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. സിദ്ധാർത്ഥ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മിസ് എല്ലാവർക്കും അവിടെ നിന്ന് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ഫോർ എവരിവൺ ആക്കുവോ? എന്തോ മ്യൂട്ട് ഫോർ എവരിവൺ ആക്കുവോ? അവിടുന്ന് തന്നെ എല്ലാവർക്കും മ്യൂട്ട് ചെയ്തേക്ക്. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് തന്നാ മതി. അത് അങ്ങനെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ അവിടെ തന്നെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓൾ മ്യൂട്ട് കൊടുക്കാത്തത് തന്നെ. മാത്സിന്റെ ക്ലാസ് ആണല്ലോ. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടോണ്ടിരുന്നാൽ മതി. മാത്സ് ആവുമ്പോ എന്തെങ്കിലും ഇടയിൽ ആ ആൾക്ക് ഇപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോ ചിലർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറയോ ടീച്ചറെ എന്ന് ചോദിച്ചു കഴിയുമ്പോ എനിക്കത് കേൾക്കില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ മാത്സ് ക്ലാസ്സിൽ നമ്മളിത് ഓൾ മ്യൂട്ട് കൊടുക്കാത്തത്. ബാക്കി ക്ലാസ്സുകളിൽ ചെയ്യാമോ അവർക്ക്. ലാസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പക്ഷെ പ്രോബ്ലംസ് ആകുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ പിന്നെ വീണ്ടും രണ്ടാമത് ആദ്യം തുടങ്ങണ്ടേ, അതിനാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ഡിസ്റ്റർബൻസ് ഉണ്ട്, അത് അവരവർ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാവരും ക്ലാസ്സിൽ കയറിയിരിക്കുന്നവര് നിങ്ങൾക്ക് സംശയം ചോദിച്ചിട്ട് അപ്പൊ തന്നെ നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഡിസ്റ്റർബ്ഡ് ആണ് കേട്ടാ. ശ്രദ്ധിക്കുക, ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തപ്പോ നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ബാക്കിയുള്ളവർക്ക് ചിലപ്പോ ഒറ്റ പ്രാവശ്യം കൊണ്ട് പറഞ്ഞ് മനസ്സിലാകുമായിരിക്കാം. വേറൊരാൾക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പോയിന്റിൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും അപ്പൊ തന്നെ പറയണ്ടേ. അതിനാണ് ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാത്തത്. അവരുടെ കാര്യങ്ങൾ, അവരുടെ എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കേൾക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് നോക്കാട്ടോ, ശരിയാക്കാം. അപ്പൊ നമ്മള് സൈഡ്സിന്റെ ബേസിസിലും ട്രയാങ്കിളിനെ പലതായി തരംതിരിച്ചത് കണ്ടു. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. സമഭുജ ത്രികോണം, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, എല്ലാ കോണുകളും 60 ഡിഗ്രി വീതമായിരിക്കും. പടമൊക്കെ വരച്ച് ഞാൻ അവിടെ കാണിച്ചിരുന്നു. പിന്നെന്താണ്, പിന്നെന്ത് ട്രയാങ്കിളാ പഠിച്ചത്? ട്രയാങ്കിൾസിനെ തരംതിരിച്ചപ്പോ നമ്മള് ഏതാണ്? സ്കാലിയൻ ട്രയാങ്കിൾ പറഞ്ഞു. സ്കാലിയൻ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഓൾ സൈഡ്സ് ആണ് ഈക്വൽ ആണ്, എല്ലാ വശങ്ങളും വ്യത്യസ്ത അളവുകളുള്ളതാണ്. അപ്പൊ അതിന്റെ ആംഗിൾസും അതുപോലെ തന്നെ ഒരേപോലെ വേണം എന്നില്ല, വ്യത്യസ്ത അളവുകളോട് കൂടിയായിരിക്കാം. അതുകൊണ്ട് അതിനെ സ്കാലിയൻ ട്രയാങ്കിൾ, വിഷമഭുജ ത്രികോണം എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അതും നമ്മൾ പറഞ്ഞതാണ്. അതിന്റെ ഏരിയ, പെരിമീറ്റർ ഒക്കെ കാണുന്നത് എങ്ങനെയാന്നൊക്കെ കണ്ട് അല്ലെ. ഇനി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. ഇന്ന് നമ്മൾ ട്രയാങ്കിളിന്റെ തന്നെ മറ്റൊരെണ്ണം കൂടി ബാക്കി ഉണ്ടായിരുന്നു. ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സമപാർശ്വ ത്രികോണം. ഇഫ് 2 sides of a triangle are equal, 2 വശങ്ങൾ തുല്യം, മൂന്നാമത് ഒരു വശം മാത്രം അൺഈക്വൽ, അതിന് മറ്റേതിന് ഈക്വൽ അല്ലാത്ത ഒരു വശം.
അതിനെയാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് വിളിക്കാം. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന്റെ 2 വശങ്ങൾ തുല്യമായിരിക്കും, ഒരു വശം മാത്രം വ്യത്യസ്തമായിരിക്കാം. ആൻഡ് മാത്രമല്ല ആ ഒരു പ്രത്യേകത കൊണ്ട് the angles opposite to the equal sides are also equal. എങ്ങനെ? അതായത് ഒരേപോലുള്ള വശം, അതായത് ഒരേ അളവുള്ള വശത്തിന്റെ എതിരെ കിടക്കുന്ന കോണുകളും തുല്യമായിരിക്കും. അങ്ങനെ 2 പ്രോപ്പർട്ടീസ് ആണ് നമ്മളുടെ ഐസോസെലസ് ട്രയാങ്കിളിനുള്ളത്. ഒരുപോലെയുള്ള വശം എത്രയാണോ അതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഒരുപോലെ ഇപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഒരുപോലെയുള്ള വശങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. 2 വശങ്ങൾ തുല്യം എന്ന് നമുക്ക് കൊടുക്കാം. അതെ, ഈ 2 വശങ്ങൾ തുല്യമാണ് കേട്ടാ. അപ്പൊ ഞാൻ അവിടെ ഓരേ വര വരച്ചിട്ടുണ്ട്. ആ ഓരേ വര സൂചിപ്പിക്കുന്നത് അത് 2 തുല്യമാണെന്ന് കാണിക്കാനാണ്. അപ്പൊ അത് 2 തുല്യമാണ്. ഇത് മാത്രം വ്യത്യസ്തമായ മറ്റൊരു വശമാണ്. അവിടെ 2 വര വരച്ചിട്ടുണ്ട്, കാരണം അത് മറ്റേതിന് ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഈ വശമില്ല, ഇതിപ്പോ ഈ വരച്ചിരിക്കുന്ന ആദ്യം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇപ്പൊ ഞാൻ എ എന്ന് എഴുതിയിരിക്കുന്ന ആ വശം, അതിന്റെ എതിരെ കിടക്കുന്ന ആംഗിളും തൊട്ടിപ്പുറത്തും എ തന്നെയാണ്, അതിന്റെ എതിരെ കിടക്കുന്ന ഈ ആംഗിളും ആ 2 ഈക്വൽ ആയിരിക്കും. ആ ആംഗിൾസ് ഇപ്പൊ ഒരെണ്ണം 60 ഡിഗ്രിയോ അല്ലെങ്കിൽ 70 ഡിഗ്രിയോ ഒക്കെ ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും, 70 ഡിഗ്രി തന്നെയായിരിക്കും. അതാണ് സമപാർശ്വ ത്രികോണത്തിന്റെ മറ്റൊരു പ്രത്യേകത, അതായത് ഐസോസെലസ് ട്രയാങ്കിളിന്റെ. അപ്പൊ മൂന്നാമത്തെ ഒരു കോൺ നമുക്ക് കണ്ടുപിടിക്കാലോ എളുപ്പം. ഇപ്പൊ ഈ 2 കോണും കിട്ടി അല്ലെ, അത് 2 തുല്യമാണ്. അത് 2 കൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റേ കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എന്താ ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. 180ന്ന് ഈ 2 കോണുകളായ 70 വെച്ച്, അതായത് 140 കുറച്ചാൽ മതി. സോ നമുക്ക് കിട്ടുന്നത് 40 ഡിഗ്രിയാണ് ബാക്കി റിമൈനിങ് ആയിട്ട് ഈ മുകളിൽ കിടക്കുന്ന ആംഗിളിന്റെ മെഷർമെന്റ് വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കി അറിയണം. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ആണ്. ഇപ്പൊ ഒരു സമപാർശ്വ ത്രികോണത്തിലെ ഏതെങ്കിലും ഒരു കോണോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കോണുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഇനി അതിന്റെ പെരിമീറ്റർ നമുക്കറിയാം. ഏത് ത്രികോണത്തിന്റെ ആയാലും പെരിമീറ്റർ ആണെങ്കിൽ 3 വശം കൂടി കൂട്ടണം. ഇനി അതിന്റെ ഏരിയ ആണ്, ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണത്? നോട്ടിൽ എഴുതിയിട്ടുണ്ടോ? നോട്ടിലെ കയ്യില് b/4 into √4a² മൈനസ് ഇതാണ്. അപ്പൊ എയും ബിയും എന്താണ്? എ ബി 2 സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ എയും ബിയും എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ എ എന്ന് പറയുന്നത് ദ ബോത്ത് ഈക്വൽ സൈഡ്സ്, 2 തുല്യമായ വശങ്ങളെ നമുക്ക് എ എന്ന പേര് കൊണ്ട് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാമെങ്കിൽ അൺഈക്വൽ ആയിട്ടുള്ള സൈഡിനെയാണ് നമ്മൾ ബി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. എന്നിട്ട് പിന്നെ ആ ഇക്വേഷനിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് b/4 √4a² മൈനസ് b². കേട്ടാ, റൂട്ട് ഫുൾ ആയിട്ട് മൊത്തത്തിനുള്ളതാണ്. b/4 മാത്രമേ പുറത്ത് കിടക്കുന്നുള്ളൂ. റൂട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ b/4 കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈയും ഡിവിഷനും ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഐസോസെലസ് ട്രയാങ്കിൾ. സമപാർശ്വ ത്രികോണം എന്താണെന്ന് മനസ്സിലായോ? സമപാർശ്വം, പാർശ്വം മീൻസ് വശം എന്നർത്ഥം കേട്ടാ, അതിന്റെ സൈഡ്സ്. അപ്പൊ സമപാർശ്വം എന്ന് പറയുമ്പോ 2 എന്താ പറയാ, തുല്യമായ വശം എല്ലാനും അല്ല, 2 ഉള്ളൂ. എല്ലാനും തുല്യമായ വശത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ്. സമഭുജ ത്രികോണമാണ്. സമഭുജം, എല്ലാ വശവും തുല്യം. ഇത് സമപാർശ്വം, ഈ വശങ്ങളിലുള്ള 2 ഈക്വൽ ആയിട്ടുള്ളത്, ഒരെണ്ണം മാത്രം അൺഈക്വൽ ആയിട്ടുള്ള സൈഡ്, അതിനെയാണ് നമ്മൾ സമപാർശ്വം. ഇത് 2 തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐസോസെലസ് ട്രയാങ്കിളായ സമപാർശ്വത്തെ ത്രികോണത്തെ കുറിച്ച് അറിയാനുള്ളത്. ഇനി അടുത്തത് ഒരു ചതുർഭുജങ്ങളാണ്. ചതുർഭുജത്തിൽപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. 4 വശമുള്ള എല്ലാം കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ, അല്ലെങ്കിൽ എന്താ പറയാ, ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ചതുർഭുജം എന്ന് വിളിക്കും. 4 വശങ്ങളുള്ള എല്ലാത്തിനെയും വിളിക്കുന്നതാണ്. അതിൽ നമ്മൾ സ്ക്വയർ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, അതിന്റെ കണക്കുകൾ ചെയ്തു. റെക്ടാങ്കിൾ, ചതുരം, അത് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? എന്താ പാരലലോഗ്രാം? ഇങ്ങനെ ചരിഞ്ഞൊക്കെ എതിർവശങ്ങൾ തുല്യമായിരിക്കും, സമാന്തരമായിരിക്കും അല്ലെ? എതിർവശങ്ങൾ തുല്യമായിരിക്കും, എന്നാൽ സമാന്തരവുമായിരിക്കും. ഈ വശവും തുല്യമായിരിക്കും, മുകളിലെയും താഴെയും ഉള്ള വശങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ എതിർവശങ്ങൾ തുല്യം. കണ്ട, എതിർവശങ്ങളിൽ ഓരോ വരകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് അവ ഈക്വൽ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അത് മാത്രമല്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈ വലിയ ആംഗിൾ വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾ. ഇത് കണ്ടോ, അത് 2 വരകൾ വെച്ച് നമ്മൾ വരച്ചു മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മാനേജരുമായുള്ള സംയുക്ത കർഷക സമിതി കോട്ടയം ജില്ല വാഹന പ്രചരണ ജാഥയാണ് ഇതുവഴി കടന്നു വരുന്നത്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രൊഫസർ അപ്പൊ പാരലലോഗ്രാം
പാരലോഗ്രാമിന്റെ പ്രത്യേകത, സമാന്തരികത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതായത് എതിർവശങ്ങൾ തുല്യമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, എതിർവശങ്ങൾ സമാന്തരമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, എതിർ കോണുകൾ തുല്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പേര് എഴുതിയാണ് കൊടുക്കുന്നതെങ്കിൽ ABCD എന്ന പേരിലാണ് ഞാനിവിടെ ഈ പാരലോഗ്രാം വരച്ചിരിക്കുന്നതെങ്കിൽ ആംഗിൾ A is equal to ആംഗിൾ C. ആംഗിൾ Aയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. കോൺ എയും കോൺ സിയും ആണ് ഈക്വൽ ആയിട്ട് വരിക. ഇനി കോൺ എന്താ പറയാ ബിയും കോൺ ഡിയും ആയിരിക്കും ഈക്വൽ ആയിട്ട് വരിക. കോൺ ബിയും കോൺ ഡിയും ഈക്വൽ ആയിരിക്കും. ഇനി മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇനി എന്താണ് മറ്റൊരു പ്രത്യേകത? ഇതിന് 2 ഡയഗണൽസ് ഉണ്ട് അല്ലെ, വികരണങ്ങളുണ്ട്. 2 വികരണങ്ങൾ ഉണ്ടായിരിക്കും, അതായത് ഒരു ജോഡി വികരണങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ വികരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയാണ് നമ്മൾ വികരണം എന്ന് വിളിക്കുക അല്ലെ. ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തമ്മിൽ, അതായത് എതിർ ശീർഷങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വരേനെയാണ് നമ്മൾ വികരണം അല്ലെങ്കിൽ ഡയഗണൽ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ജോഡി ഉണ്ട്. ദാറ്റ് മീൻസ് 2 എണ്ണം ഉണ്ട്. എയും സിയും തമ്മിൽ യോജിപ്പിക്കുന്ന AC എന്ന് പറയുന്ന ഡയഗണൽ വികരണം, ബിയും ഡിയും തമ്മിൽ യോജിപ്പിക്കുന്ന BD എന്ന് പറയുന്ന ഡയഗണൽ വികരണം. ഇനി ഈ വികരണങ്ങൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ബൈസെക്സ് ഈച്ച് അതർ. അതെന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ AC എന്ന് പറയുന്ന ഡയഗണൽ 8 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പകുതിയാകും. ഇങ്ങനെ മുറിയുമ്പോൾ രണ്ടും കൂടി ബൈസെക്ട് ചെയ്തായിരിക്കും പോകുക. അതായത് കറക്റ്റ് നടുക്ക് വെച്ച് എന്ത് ചെയ്യുന്നു? മുറിയുന്നു. അപ്പൊ അത് 4 സെന്റിമീറ്റർ ആയിട്ട് വിഭജിക്കപ്പെടുന്നു. മറ്റേത് DB 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് 3 എന്ന് പറയുന്ന രീതിയിലായിരിക്കും കട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് പ്രത്യേകത. അപ്പൊ അതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ മ്യൂട്ട് ചെയ്തിട്ടും പിന്നെയും ഇതെങ്ങനെയാണ് മ്യൂട്ട് ആവണം? ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രത്യേകതകൾ. ഇനി എന്താ പറയാ, ഇനിയുണ്ട് പ്രത്യേകതകൾ. സമാന്തരത്തിന് ഇനിയും പ്രത്യേകതകളുണ്ട്. ഇതിന്റെ ഒരു ലൈനിലെ, അതായത് ഒരു സൈഡിന്റെ എൻഡ് പോയിന്റുകളിൽ ഈ സമാന്തരികത്തിന്റെ ഒക്കെ ഉണ്ട്. അതുപോലെ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മ്യൂട്ട് വരണേ? സിദ്ധാർത്ഥ ഒന്ന് മ്യൂട്ട് ശരിക്കും ചെയ്ത് വെക്കാട്ടെ. ഇനി അൺമ്യൂട്ട് ചെയ്യരുതേ. ഞാനിവിടെ മ്യൂട്ട് ചെയ്ത് നോക്കി, പക്ഷെ അത് കുറച്ചു നേരത്തേക്ക് ഉണ്ടായുള്ളൂ. ഓക്കെ, അപ്പോ പാരലോഗ്രാമിന്റെ മറ്റു പ്രത്യേകതകളും കൂടി ഉണ്ട്. ഒരു ലൈന്, അതായത് ഒരു സൈഡ്, ഇപ്പൊ AB എന്ന് പറയുന്ന ഒരു സൈഡ്, അല്ലെങ്കിൽ BC എന്ന് പറയുന്ന സൈഡ്, അല്ലെങ്കിൽ CD അല്ലെങ്കിൽ AD, ഈ സൈഡുകളിലെ ഈ സൈഡുകളുടെ ഏതെങ്കിലും ഒരു സൈഡിന്റെ എൻഡ് പോയിന്റുകളിലുള്ള ആംഗിൾസിന്റെ സം. എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ A എന്ന് പറയുന്നതും B എന്ന് പറയുന്നത് എൻഡ് പോയിന്റ് ആണ്. അവിടെ ഉണ്ടാകുന്ന ആംഗിളില് ഈ Aയുടെ അവിടെ ഉണ്ടാകുന്ന ആംഗിളും Bയുടെ അവിടെ ഉണ്ടാകുന്ന ആംഗിളുടെയും സം വിൽ ബി എന്തായിരിക്കും? 180 ഡിഗ്രി അല്ലെ. അത് എന്ത് ആംഗിൾ ആയിരിക്കും? 180 ഡിഗ്രി. അതായത് സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. അതായത് അവ തമ്മിൽ കൂട്ടുമ്പോൾ ലീനിയർ പെയർന്നോ എന്ത് വേണമെങ്കിലും പറയാം നമുക്ക്. അതൊരു 180 ഡിഗ്രി തുകയായിരിക്കും അതിനകത്ത് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ. അതുപോലെ ബിയും സിയും കൂട്ടുമ്പോൾ ബിയുടെ അറ്റത്തുള്ള ആംഗിളും സിയുടെ അവിടെയുള്ള ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അങ്ങനെയും പ്രത്യേകതയുണ്ട്, അതും ഓർത്തിരിക്കുക. പിന്നെ എന്താ പറയാ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ സമാന്തരികത്തിന്റെ പാരലോഗ്രാമിന്റെ പ്രത്യേകതകൾ. പിന്നെ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം, ഒരു സമാന്തരികത്തിന്റെ ഫുൾ ആംഗിൾസ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി ആയിരിക്കും കിട്ടുക. 4 വശമുള്ള എല്ലാ രൂപങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. 4 സൈഡ്സ് ഉള്ള എല്ലാ ചതുർഭുജങ്ങൾക്കും ക്വാഡ്രിലാറ്ററൽസിന്റെയും സം ഓഫ് ആംഗിൾസ് വിൽ ബി 360 ഡിഗ്രി. അതിന്റെ കോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് പാരലോഗ്രാമുമായി ബന്ധപ്പെട്ടതുള്ളത്. മനസ്സിലായല്ലോ? ഒക്കെ നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് 2-3 എണ്ണമൊക്കെ വെച്ചേ നമുക്ക് എല്ലാ ദിവസവും എല്ലാം കൂടി ഒരുമിച്ച് ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് 3 എണ്ണമൊക്കെ വെച്ച് ഫിഗർ കൊണ്ടുതന്നെ. അടുത്തത് റോംബസ് ആണ്. റോംബസ് എന്താ? റോംബസ് എന്ന് വെച്ചാൽ റോംബസ് എന്ന് പറഞ്ഞാൽ ഓൾ ദ സൈഡ്സ് വിൽ ബി ഈക്വൽ. എല്ലാ വശവും തുല്യമായ സാമാന്തരികത്തെയാണ് നമ്മൾ റോംബസ് എന്ന് വിളിക്കുക. സമഭുജ സാമാന്തരികം എന്ന് വെച്ചാൽ എല്ലാ വശവും തുല്യമാണ്, എന്നാൽ അത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും അതുപോലെ തന്നെ ഈക്വലും ആയിട്ടുള്ള അത് തന്നെയാണ്. എല്ലാ സൈഡും ഈക്വൽ ആണ്. ദർ വിൽ ബി നോ അൺഈക്വൽ സൈഡ്. ഇതൊക്കെ ഒരേ അളവിലുള്ളതാണ്. ഇതാണ് റോംബസ് എന്ന് വിളിക്കുന്നത്. റോംബസ് സമഭുജ സാമാന്തരികം. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് എന്താ പറയാ പാരലൽ ആണ്. ഓൾ സൈഡ്സ് ഈക്വൽ ആണ്, എല്ലാ വശവും തുല്യമാണ്, എതിർവശങ്ങൾ സമാന്തരമാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാൻ എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ബൈസെക്സ് എന്താ പറയാ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് അല്ലെ. അതെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
അതായത് അത് ബൈസെക്ട് ചെയ്യും ഈക്വൽ ആയിട്ട്. ഇപ്പൊ ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇത് 2 സെന്റിമീറ്ററിലാണ് മുറിയുന്നതെങ്കിൽ ഇതും 2 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. മാത്രമല്ല ഇത് 90 ഡിഗ്രിയിലായിരിക്കും അത് അവിടെ ബൈസെക്ട് ചെയ്യുന്നത്. പാരലോഗ്രാമിന് അങ്ങനെ ഇല്ല കേട്ടോ. പാരലലോഗ്രാമിന് അങ്ങനെ 90 ഡിഗ്രി ഡയഗണൽസ്. അവിടെ വികരണങ്ങൾ ബൈസെക്ട് ചെയ്യുന്നു, സമഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്നാൽ ലംബ സമഭാജികൾ അല്ല എന്നാണ്. എന്താണ് പ്രത്യേകത? ചോദിച്ചു. ഓക്കെ, അപ്പൊ അതാണ് പ്രത്യേകതകൾ. ഇനി ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. റോംബസിന്റെയും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇനി നമ്മള് എന്താ പറയാ, സോറി, പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടില്ല അല്ലെ? അത് അന്നേരം പറയാൻ വിട്ടുപോയി. പാരലോഗ്രാമിന്റെ ഏരിയ, പാരലോഗ്രാം സാമാന്തരികത്തിന്റെ തൊട്ട് മുന്നില് സാമാന്തരികത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞില്ലാന്ന് അവിടെ. എന്താണ് പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? B × H ആണ് കേട്ടാ. B ഫോർ ബേസ്, താഴെയുള്ള വശം. H ഫോർ ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പാരലോഗ്രാമിന്റെ ഒരു വശത്ത് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ദ ഹൈറ്റ്. അത് എച്ചും അതുപോലെ ബേസും ഉണ്ടെങ്കിൽ നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയ കാണാൻ അവ തമ്മിൽ ഗുണിച്ചാൽ മതി. അതിന്റെ ഗുണനഫലമാണ് പ്രോഡക്റ്റ് ഓഫ് ബേസ് ആൻഡ് ഹൈറ്റ്. അതായത് ബേസും ഹൈറ്റും കൂടി ഗുണിച്ചാൽ മതി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റോംബസിന്റെ ആണ്. റോംബസിന്റെയും ഇതേപോലെ തന്നെ ഏരിയ കാണാൻ നമുക്ക് ഇപ്പൊ റോംബസിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്, ബേസും ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. അതായത് ബേസിന്റെ അളവ് തന്നിട്ടുണ്ട്, ഇവിടുത്തെ അളവ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ അടിയിലത്തെ അളവ് തന്നിട്ടുണ്ട്, ഇതിന്റെ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് നേരെ പറഞ്ഞതിനെയാണ് ഹൈറ്റ് എന്ന് വിളിക്കുള്ളൂ, ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് B × H തന്നെ ചെയ്താൽ മതി. അതർവൈസ് വികരണങ്ങളുടെ നീളങ്ങൾ തരും. വികരണങ്ങളുടെ നീളങ്ങൾ ഡയഗണൽസിന്റെ ലെങ്ത് തരാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇതാണ്. ഹാഫ് D1 × D2. ഹാഫ് D1 × D2 ആണ്. അര D1 × D2. D1 and D2 are the two diagonals of the rhombus. ആ സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങളുടെ നീളങ്ങളെയാണ് നമ്മൾ D1 D2 എന്ന് പറയുന്ന അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ എന്താ പറയാ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എന്താ പറയാ ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണത്? സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ, പാരലലോഗ്രാം, സാമാന്തരികം ആൻഡ് റോംബസ്, സമഭുജ സാമാന്തരികം. 3 ഫിഗേഴ്സിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വേഗം ചെയ്തോ, അതൊക്കെ സിമ്പിൾ ആണ്, അധികം പാടൊന്നുമില്ല. The side of a parallelogram is 15 centimeter and its distance to opposite side is 8 centimeter. മിസ് ഇത് എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണ്. അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാലും പിന്നെയും അൺമ്യൂട്ട് ആക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വെട്ടുകാരൻ കൊടുക്കാനുള്ള കൂലി പോലും ഇല്ലാത്ത അവസ്ഥയിലിരുന്നു. ചെറുകിട കർഷകരായിട്ടുള്ള എല്ലാ തൊഴിലുകളും കാര്യം പിടിച്ച് കിടക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റിമൂവ് ചെയ്തിട്ടുണ്ട് ആളെ, പോയിട്ട് വരട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരട്ടെ. The side of a parallelogram is 15 centimeter and its distance. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാവണോ? ശ്രദ്ധിക്കണോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്നത് എന്തളവാണെന്ന് അറിയാതെ കണക്ക് ചെയ്യരുത്. ഇപ്പൊ നോക്കിയ ഇതാണ് പാരലോഗ്രാം. ഈ പാരലോഗ്രാമിന്റെ ഒരു സൈഡാണ് തന്നേക്കണത് 15 സെന്റിമീറ്റർ, അതായത് ബേസ് തന്നിട്ടുണ്ട്. ഇനി അവിടെ നിന്ന്, അതായത് ആ ബേസിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് H, ഹൈറ്റ്. ഡിസ്റ്റൻസ് എപ്പോഴും 90 ഡിഗ്രിയിൽ നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ. നമ്മൾ എന്തിന്റെങ്കിലും അകലം അല്ലെങ്കിൽ പൊക്കമൊക്കെ, ഇപ്പൊ നമ്മളുടെ ഹൈറ്റ് നോക്കില്ലേ, നമ്മൾ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് ചുമരിൽ ചാരി നിൽക്കുകയാണോ ചെയ്യുക? അല്ലല്ലേ, നമ്മൾ വാളിനോട് ചേർന്ന് നിൽക്കും. എന്നിട്ട് നമ്മൾ അവിടെയെങ്കിലും നമ്മുടെ പൊക്കത്തിനനുസരിച്ച് ഒരു അടയാളം വെക്കും, എന്നിട്ട് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കും അല്ലെ? അങ്ങനെയല്ല ചെയ്യുക. അതായത് 90 ഡിഗ്രിയിൽ നിൽക്കേണ്ടി വരും. 90 ഡിഗ്രിയാണ് എന്തിന്റെ ഡിസ്റ്റൻസ്. എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾ അതേ ദിവസം തന്നെ ഇവിടെ നടക്കുന്ന കർഷക ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ
അറ്റ് എ ടൈം ഇയാൾ എന്താ വേറെയും ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ എന്തെങ്കിലും ക്ലാസ്സിൽ കയറി ഇരുന്നിട്ട് ഓക്കെ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ 15 സെന്റിമീറ്റർ ആണ് ബേസ് തന്നിരിക്കുന്നത്. പിന്നെ എല്ലാ ക്ലാസ്സിലും ഉണ്ടല്ലോ ഇങ്ങനെ. അപ്പൊ അത് ക്ലാസ്സിൽ കയറുമ്പോ അത് ആദ്യമേ തന്നെ പറയണം കേട്ടോ എന്നോട്. ഞാൻ അടുത്ത പ്രാവശ്യം ഇനി കയറുമ്പോ ഞാൻ പറയാം. ഓൾറെഡി ആള് റഫീഖ് സാറ് ഹോൾ മ്യൂട്ട് ചെയ്യും. ആ റഫീഖ് സാറേ ഹോൾ മ്യൂട്ട് ചെയ്യും കേറുമ്പോ തന്നെ. അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാലേ എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ലട്ടാ, നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ടൊക്കെ പറയണ്ടേ. അതായത് സുനിൽ സാറും ചെയ്യും മിസ്സേ. സുനിൽ സാറും ചെയ്യും. സാറിനോട് പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെയും അങ്ങനത്തെ ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാക്കണം. ഇത് മാത്സിന്റെ ഡൗട്ട്സും മറ്റേ ഡൗട്ട്സും തമ്മിൽ ഇച്ചിരി ഭയങ്കര വ്യത്യാസമുണ്ടേ. ഇതിപ്പോ നമ്മളൊരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും വീണ്ടും ഒരു ഡൗട്ട് വന്നാലുള്ള പ്രശ്നം കൊണ്ടാണ്. അത് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്യാത്തത്. എന്നോട് അവരും പറഞ്ഞിരുന്നു എങ്ങനെ മ്യൂട്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഡിസ്റ്റർബ്. പക്ഷെ എനിക്കത് പറ്റില്ല. എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു റെസ്പോൺസ് ഇല്ലാതെ നമ്മൾ ഒറ്റ വൺ മാൻ ഷോ ഇടയ്ക്ക് ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്യുമ്പോ ഡിസ്റ്റർബൻസ് മറന്നു പോകും. അതുവരെ കിട്ടിയതല്ല. അതുകൊണ്ടാണ്. പക്ഷെ അത് ആർക്കും ഇല്ല, വേറെ ആർക്കും മറവില്ല, ഈ പുള്ളിക്കാരന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 8 സെന്റിമീറ്റർ ആണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നോക്കിയേ, ഡിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം, അല്ലാതെ മറ്റേ സൈഡ് ആയിരിക്കരുതെന്ന്. ചിലപ്പോ ഇവിടെ ഈ സൈഡ് ആയിരിക്കും തന്നിരിക്കാം. ആ സൈഡാണ് 8 തന്നിട്ട് നമ്മളോട് പറയാണ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് എടുക്കരുത്. അത് 8 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഡിസ്റ്റൻസ്. അത് അതിന്റെ ഡിസ്റ്റൻസ് അല്ല, അല്ലെങ്കിൽ ഹൈറ്റ് അല്ല, എച്ച് അല്ല തന്നിരിക്കുന്നത്. അപ്പൊ അത് മാറിപ്പോകരുതെന്നാണ് പറഞ്ഞത്. 90 ഡിഗ്രിന്ന് ഡിസ്റ്റൻസ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, നമ്മുടെ തന്നിരിക്കുന്ന ഹൈറ്റ് ആയിരിക്കും. ആ ഹൈറ്റും ബേസും തന്നു കഴിഞ്ഞാൽ B × H ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് പാരലോഗ്രാം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഏതാണത്? B × H ആണ്. ബി എച്ച് എന്ന് പറയുമ്പോ 15 × 8. 15 × 8 എത്രയാണ് കിട്ടിയത്? 120 സെന്റിമീറ്റർ സ്ക്വയർ. 120 90 ഉണ്ടായിരുന്നു, 110 120 400 സെന്റിമീറ്റർ സ്ക്വയേഴ്സ് ആണ് തന്നിരുന്നത്. അപ്പൊ 120 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The sides of a rhombus is 25 centimeter each and the distance from one side to the opposite side is 7 centimeter. Find its area. റോംബസിന്റെ എല്ലാ വശവും തുല്യമായിരിക്കും. 25 സെന്റിമീറ്റർ ആണ് എല്ലാ വശവും. ആൻഡ് ഒരു വശത്ത് നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് 90 ഡിഗ്രിയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് 7 സെന്റിമീറ്റർ വേറെ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഡിസ്റ്റൻസും ബേസും അല്ലെങ്കിൽ സൈഡുകളും തരുമ്പോ നമുക്ക് റോംബസിന്റെ ഏരിയ കാണാനും പാരലോഗ്രാമിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ തന്നെ കൊടുത്താൽ മതി. ഇഫ് ദ ഡയഗണൽസ് ആർ ഗിവൺ, നമുക്ക് വികരണങ്ങളാണ് തരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ വികരണത്തിന്റെ ഇക്വേഷൻ വെച്ച് ചെയ്യണം. ഓക്കെ, ഇത് റോംബസിന്റെ ഏരിയ. റോംബസിന്റെ ഏരിയ കാണാനും നമുക്ക് പാരലോഗ്രാമിന്റെ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. എച്ചും ബിയും തന്നാൽ B × H തന്നെയാണ്. H എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞ സൈഡ്. ഇവിടെ റോംബസിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഒന്ന് തന്നെയാ. 25 ആണെങ്കിൽ എല്ലാ വശവും 25 തന്നെ. ഓക്കെ, 25 ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ഓപ്പോസിറ്റ് സൈഡ് ടു ദ, ആ സൈഡിൽ നിന്നും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് അത് വേറെ തന്നിട്ടുണ്ട്. അത് എത്രയാ തന്നിരിക്കുന്നത്? 7 സെന്റിമീറ്റർ. അപ്പൊ 25 × 7. 25 × 7 എത്ര ആൻസർ കിട്ടിയത്? 175. 82 സെന്റിമീറ്റർ, 64 സെന്റിമീറ്റർ സ്ക്വയർ, 65 സെന്റിമീറ്റർ സ്ക്വയർ, 175 സെന്റിമീറ്റർ സ്ക്വയർ, 175 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ? ഇതല്ല ആൻസർ കിട്ടിയേ? അതെ. ഓക്കെ, കിട്ടിയോ? സ്വപ്നക്ക് കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Equal sides of an isosceles triangle are 5 centimeter each and the third side is 6 centimeter. Find the area. അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 5 സെന്റിമീറ്ററും മൂന്നാമത്തെ വശം 6 സെന്റിമീറ്ററും ആയാൽ പരപ്പളവ് എത്ര? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ B/4. B/4 root 4a square minus b square. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ബി എന്ന് പറഞ്ഞാൽ അൺഈക്വൽ സൈഡ് ആണ് കേട്ടാ. അതായത് തുല്യമല്ലാത്ത ഒരു ഒറ്റയ്ക്കുള്ള വശമാണ് ബി എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ 2 തുല്യമായ വശങ്ങൾ. അപ്പൊ B/4 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് ബി വരണ്ടേ? 6 അല്ലേ? 6/4
ഇൻറ്റു റൂട്ട് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ തുല്യമായ വശം. അത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 5 സ്ക്വയർ വേണം ഇവിടെ. പക്ഷെ 4 ഇൻറ്റു 5 സ്ക്വയർ മൈനസ് ബിയുടെ സ്ഥാനത്ത് വീണ്ടും എത്രയാണ് എടുക്കണ്ടേ? 6 സ്ക്വയർ അല്ലേ? ബി ആറല്ലേ തന്നത്? അതെ, 6 സ്ക്വയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇത് ബാക്കി സോൾവ് ചെയ്താൽ മതി. 6/4 നമുക്ക് വെട്ടിച്ചേർത്താക്കാൻ ഇപ്പൊ തൽക്കാലം പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ കിടക്കട്ടെ. ബ്രാക്കറ്റ് അല്ല, റൂട്ടൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കത് ചെറുതാക്കാൻ പറ്റും. 4 ഇൻറ്റു 5ന്റെ സ്ക്വയർ എത്രയാ? 25 അല്ലേ? അപ്പൊ 4 ഇൻറ്റു 25 എത്ര കിട്ടും? 100. അപ്പൊ 6/4 അങ്ങനെ തന്നെ കിടക്കട്ടെ. റൂട്ടിനകത്ത് 4 ഇൻറ്റു 25 100 കിട്ടും. മൈനസ് 6ന്റെ സ്ക്വയർ 36 കിട്ടും. 6ന്റെ സ്ക്വയർ 36. അപ്പൊ വീണ്ടും 6/4 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു റൂട്ട് 36 കുറച്ചാലോ? 100ൽ നിന്ന് 36 കുറച്ചാൽ 64 ആണ്. 64ന്റെ റൂട്ട് നമുക്കറിയാം. അപ്പൊ 6/4 അങ്ങനെ തന്നെ എടുത്ത് എഴുതിയിട്ട് 64ന്റെ റൂട്ട് അവിടെ കൊടുക്കാം. 64ന്റെ റൂട്ടാണ് 8. 8നെ നമുക്ക് 4 കൊണ്ട് വെട്ടി ചെറുതാക്കാം. 2 പ്രാവശ്യം 6 എത്ര കിട്ടും? അപ്പൊ ആൻസർ 12 സെന്റിമീറ്റർ സ്ക്വയർ കേട്ടാ. 12 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് ആൻസർ. 12 സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ടായിരുന്നു. 120 സെന്റിമീറ്റർ സ്ക്വയർ, 60 സെന്റിമീറ്റർ സ്ക്വയർ, 100 സെന്റിമീറ്റർ സ്ക്വയർ. ഇതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരുന്നത്. അപ്പൊ 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. The diagonals of a rhombus are 13 centimeter and 14 centimeter respectively. Then what is its area? റോംബസിന്റെ റോംബസിന്റെ ഏരിയ കാണാനാണ്. ഡയഗണൽസ് ആണ് തന്നേക്കണം. ഇഫ് ദ ഡയഗണൽസ് ആർ ഗിവൺ, നമ്മൾ യു ഹാവ് ടു യൂസ് അനദർ ഫോർമുല, ഹാഫ് d1 ഇൻറ്റു d2. ഓക്കെ, ആ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഡയഗണൽസ് വികരണങ്ങളാണ് തരുന്നതെങ്കിൽ ആ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കുക റോംബസിന്റെ ഏരിയ കാണാനായിട്ട്. ഞാൻ പറഞ്ഞു പാരലോഗ്രാമിൻ്റെത് ഉപയോഗിക്കേണ്ടത് ഒരു ഹൈറ്റും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡും ഒക്കെ തരുമ്പോഴാണ് കേട്ടോ. അല്ലാതെ എല്ലാത്തിലും കൊണ്ടുപോയി BH വെച്ച് ചെയ്യാൻ പറ്റില്ല, ഓർക്കണം. അപ്പോ ഇവിടെ ഹാഫ് d1 ഇൻറ്റു d2 ആണ്. d1 d2 എന്ന് പറഞ്ഞാൽ ഡയഗണൽസിന്റെ നീളങ്ങളാണ് കേട്ടാ. d1 ഇൻറ്റു d2 നമ്മൾ സാധാരണ അക്ഷരങ്ങൾ തമ്മിൽ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻറ്റു എന്ന് പറയുന്ന ഒരു ചിഹ്നം ഇടാറില്ല. പകരം ഐതർ ഒരു ഡോട്ട് ഇടാം നമുക്ക്, അല്ലെങ്കിൽ സിമ്പിളി d1 d2 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. d1 ഇൻറ്റു d2 എന്ന് അങ്ങനെ വായിക്കുള്ളൂ. പക്ഷെ അത് d1 d2 എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ നമുക്കൊരു കുത്തവിടെ ഇങ്ങനെ തരാം. ഹാഫ് d1 ഇൻറ്റു d2. ഹാഫ് d1 ഇൻറ്റു d2. d1 ഉം d2 എത്രയൊക്കെയാണ്? ഡയഗണൽസിന്റെ നീളം 13 ഇൻറ്റു 14 ആണ് അല്ലെ? 13 ഇൻറ്റു 14. അപ്പൊ 14 നമുക്ക് ഇവിടെ സൗകര്യപ്രദമായ സംഖ്യ വെച്ച് വെട്ടാട്ടാ. എല്ലാം ചിലപ്പോൾ വെട്ടാൻ പറ്റില്ല. ഇപ്പൊ 2നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് 14നെ വെട്ടാം. 7 2s are 14. ഇപ്പൊ 7 കിട്ടി. 13 ഇൻറ്റു 7 ആണ് ആൻസർ. 3 7s are 21, ബാലൻസ് 2. അപ്പൊ 91 അല്ലെ? 91 സെന്റിമീറ്റർ സ്ക്വയർ ആണോ ഉത്തരം? അതെ. 91 91 കിട്ടിയില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സിദ്ധാർത്ഥ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സിദ്ധാർത്ഥ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? സിദ്ധാർത്ഥ്, ഹലോ. പോയി കളഞ്ഞോ? ഓക്കെ, അടുത്തത് 6th അല്ലേ? 6ാമത്തെ. One smallest angle of a parallelogram is 60 degree. Then what will be the measure of opposite angle? One smallest angle of a parallelogram is 60 degree. What will be the measure of opposite angle? ഒരു സാമാന്തരികത്തിന്റെ ഒരു ചെറിയ കോൺ 60 ഡിഗ്രി എങ്കിൽ അതിനെതിരെയുള്ള കോണിന്റെ അളവ് എത്ര?
അല്ല മാം, അഞ്ചാമത്തെ ആ സമയത്തുള്ള അഞ്ചാമത്തെ റൂമുണ്ട്. ഈ കോർപ്പറേറ്റ് അജണ്ടയ്ക്കെതിരെ കേരളത്തിലെ കോർപ്പറേറ്റ് സമീപനത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനമെടുക്കുകയാണ് നമ്മുടെ ജില്ലയിൽ അതേപോലെയുള്ള വിവിധ പ്രദേശങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാനും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഈ സഭയ്ക്ക് അനുകൂലമായ സമീപനം എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണ്. സിദ്ധാർത്ഥ ക്ലാസ്സിലിരിക്കണെങ്കിൽ ലെഫ്റ്റ് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവാതെ റിമൂവ് ചെയ്തിട്ടും എന്താ അങ്ങനെ പോകാത്തതെന്ന് എനിക്ക് മനസ്സിലാവട്ടെ. റീജോയിൻ ആവുന്ന പിന്നെയും അൺമ്യൂട്ട് ചെയ്തോണ്ടിരിക്കും. സുനിൽ സാർ ഇപ്പൊ ഹോൾ മ്യൂട്ടാ കൊടുക്കാറ് ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട്. മ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ മാത്സിന് പറ്റില്ല വെച്ചാൽ അതാണ് പ്രശ്നം. സിദ്ധാർത്ഥ പോയോ അവിടുന്ന്? ചാറ്റിനകത്ത് ഇടാൻ പറ്റത്തില്ല ഡൗട്ട്. എന്തോ ചാറ്റിനകത്ത് ചോദിക്കാൻ പറ്റില്ല ഡൗട്ട്. ചാറ്റിനകത്ത് ചോദിക്കാം, പക്ഷെ അത് കുറച്ച് അവര് ചാറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ അവിടുന്ന് സ്കിപ്പ് ചെയ്ത് നമ്മൾ അടുത്തേക്ക് പോയിട്ടുണ്ടാവേ. അപ്പൊ ഇടയ്ക്ക് വെച്ച് അതും ബ്രേക്കാവും ഇതും ബ്രേക്കാവും. അതുകൊണ്ടാണ് ഈ ഒരു ഞാനിവിടെ 2 സെക്കൻഡ് കൊടുക്കണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഒരു നിവൃത്തിയില്ലെങ്കിലും നമുക്ക് എല്ലാവരെയും മ്യൂട്ട് ചെയ്യേണ്ടി വരും. വേറെ ആൾക്കൊരു ബുദ്ധിമുട്ടില്ല, അയാൾക്ക് മാത്രം പ്രശ്നം. അത് കുറച്ചു നേരം കുഴപ്പമുണ്ടായില്ല, ഈ അടുത്തൊരു പകുതി ആകുമ്പോഴേക്കാണ് ആള് കയറി വരുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യനിലെ ആൻസർ ഒന്ന് പറഞ്ഞേ. ലെങ്ത് ഓഫ് 2 ഡയഗണൽസ് ഓഫ് റോംബസ് ആർ 8 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. ഒരെണ്ണം അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് ഈ ഇങ്ങനെയൊക്കെ വരുമ്പോഴാ. then what is one side of the rhombus? Okay, അത് വേറെ ചോദ്യമായിരുന്നു. ലെങ്ത് ഓഫ് 2 ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും. ഒരു സമഭുജ സാമാന്ത്രികത്തിന്റെ വികരണങ്ങൾ 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വശത്തിന്റെ നീളം എത്രയാണെന്നാണ് കേട്ടോ. ഏരിയ അല്ല ചോദിച്ചേക്കുന്നത്, വശത്തിന്റെ നീളമാണ്. ഓക്കെ, അപ്പൊ ഇല്ലേ ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ ഒരു റോംബസ് ആണ് പറഞ്ഞത്. റോംബസിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ പ്രത്യേകതകളൊക്കെ അറിഞ്ഞിരിക്കണം, മറക്കരുത്. റോംബസിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഡയഗണൽസ് ആണ് അല്ലെ. നമ്മളുടെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു. അത് വെറുതെ അല്ല, ലംബ സമഭാഗമാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിന്റെ 2 ഡയഗണൽസിന്റെ നീളം തന്നിട്ടുണ്ട്. ഒന്ന് എത്രയൊക്കെയാണ്? 8ഉം പിന്നെ ഒന്ന് 6ഉമാണെന്ന് വിചാരിക്കുക. അപ്പൊ 8ഉം 6ഉം ആണ് തന്നേക്കണം. അപ്പൊ 8നെ നമ്മൾ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ 4ഉം ഇവിടെ 4ഉം ആകും. അതുപോലെ തന്നെ 6നെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ 3ഉം ഇവിടെ 3ഉം ആകും. ഓക്കെ, ഇനി ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി 90 ഡിഗ്രി. അവിടെയുള്ള ആംഗിൾ ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ്. ആ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആയിട്ട് സങ്കല്പിക്കാം. ആണല്ലോ അല്ലെ? 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അത് റൈറ്റ് ട്രയാംഗിൾ ആണ്. ഞാൻ ഇവിടെ ഒരു ഡാർക്ക് ചെയ്ത് വരച്ചിരിക്കുന്ന ട്രയാംഗിൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ്. മട്ടത്രികോണായി. മട്ടത്രികോണത്തിന് നോക്കിയേ നിങ്ങള് പാദവും ലംബോലി തന്നേക്കണേ 3ഉം 4ഉം അല്ലെ. ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് അല്ലേ കിടക്കുന്നത്. ആ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള വശത്തെ നമ്മൾ എന്ത് വിളിക്കും? കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും അല്ലെ. കർണം എന്ന് വിളിക്കുന്ന ആ വശം നമുക്ക് കണ്ടുപിടിച്ചാ പോരെ. കർണം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എന്താ കർണം കാണാനുള്ള ഇക്വേഷൻ? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ നമുക്ക് കർണം ആയ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഏത് വേണമെങ്കിലും ബേസും ആൾട്ടിറ്റ്യൂഡ് എടുക്കാം, കാരണം പ്ലസ് ചെയ്യുമ്പോൾ അവിടെ വ്യത്യാസം ഒന്നും വരുന്നില്ല. അപ്പോ 16 ആണ് 4ന്റെ സ്ക്വയർ. 16 പ്ലസ് 3ന്റെ സ്ക്വയർ 9 ആണ്. 16 9 കൂട്ടിക്കഴിഞ്ഞാൽ 25 ആണ്. 25ന്റെ റൂട്ട് 5 സെന്റിമീറ്റർ. അപ്പൊ 5 സെന്റിമീറ്റർ ലൈൻ ഓപ്പോസിറ്റ് ഇടുന്ന ഒരു വശം. എല്ലാ വശവും തുല്യമല്ലേ, റോംബസ് അല്ലേ. അപ്പൊ 5 സെന്റിമീറ്റർ ആണ് സൈഡ്സ് ഓഫ് ദ റോംബസ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ എന്താ പറയാ, സമഭുജ സാമാന്ത്രികത്തിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ വീതമായിരിക്കും. കിട്ടിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദ്യത്തില്? ഒന്നുകൂടി പറയണം. ഓക്കെ,
പറയാം. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു റോംബസിന്റെ ഡയഗണൽസ് ആണ് തന്നിരിക്കുന്നത്. റോംബസിന്റെ പ്രത്യേകത നമുക്കറിയാം, എല്ലാ സൈഡും ഈക്വൽ ആണ്. പക്ഷെ ഇവിടെ സൈഡുകളൊന്നും തന്നിട്ടില്ല. അവരാകെ തന്നിരിക്കുന്നത് ഡയഗണൽസിന്റെ നീളമാണ്. 8 സെന്റിമീറ്റർ ആയ ഡയഗണലും 6 സെന്റിമീറ്റർ ആയ ഡയഗണലും. ഈ 8നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാലോ, കാരണം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിരുന്നു. ഏതിന്റെ? റോംബസിന്റെ. സമഭുജ സാമാന്ത്രികത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമ്മൾ അന്നേരം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് അറിയാം ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ പെട്ടതാണ്. അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ വീതാക്കാം. 6 സെന്റിമീറ്ററിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ അത് 3 3 ആയി. അപ്പൊ ഈ 2 വശം കിട്ടിയില്ലേന്ന്. ഇതൊരു ത്രികോണത്തിന്റെ 2 വശമായിട്ട് കണക്കാക്ക്. ഇനി ഇതിന്റെ ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതൊരു 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, അല്ലെ? 90 ഡിഗ്രിയിലാണ് സമഭാഗം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു മട്ടത്രികോണമായി. ഏത്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയി, മട്ടത്രികോണായി. റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത അതിന്റെ സൈഡ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസോ, പാദമോ, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ്, ലംബമോ, അല്ലെങ്കിൽ കർണം, ഹൈപ്പട്ടന്യൂസോ ഏത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിനെ വെച്ച് നോക്കുമ്പോൾ റോംബസിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും, കർണമായിട്ട് വരുന്നു. കർണം കാണാനുള്ള ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഏതാ കർണം കാണാനുള്ള ഇക്വേഷൻ? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതാണ് ഇക്വേഷൻ. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതിന്റെ റൂട്ട് ആണ്. ഓക്കെ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ബേസ് ഇവിടെ 4 ആണ്. അപ്പൊ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16. 16 പ്ലസ് 9ന്റെ റൂട്ട്. 16 പ്ലസ് 9 എന്ന് പറയുമ്പോ 25 ആണ്. 25ന്റെ റൂട്ട് എത്രയാണ്? 25. സോറി, 25ന്റെ റൂട്ട് 5 സെന്റിമീറ്റർ. അപ്പൊ ഈ വശമാണ് നമുക്ക് കിട്ടിയ 5 സെന്റിമീറ്റർ. അപ്പൊ ക്ലിയർ ആയോ? സംശയമുണ്ടോ ഇനി? ഇല്ല. ഓക്കെ. അപ്പൊ ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൺ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് എ പാരലോഗ്രാം ഈസ് 60 ഡിഗ്രി. വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ? ഒരു സാമാന്ത്രികത്തിന്റെ സാമാന്ത്രികമാണ്. സാമാന്ത്രികത്തിന്റെ ഒരു ചെറിയ കോണെന്ന്. ചെറിയ കോണെന്ന് പറയുമ്പോ ചെറിയ ഇതിലുള്ള കോണാണ്, അല്ലെ? ചെറുതെന്ന് പറയുമ്പോൾ ഏത് വരും? 60 ഡിഗ്രി അല്ലേ പറയുന്നത്. അപ്പൊ ഇതാണ് 60 ഡിഗ്രി. ഇതിന്റെ ഓപ്പോസിറ്റിലുള്ള ആംഗിൾ എത്രയാണെന്നാ ചോദിച്ചാണ്. ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് ഇവിടത്തെ ആംഗിൾ 60 ഡിഗ്രി തന്നെയാണ്, അല്ലെ? 120 പറഞ്ഞിട്ടുണ്ട്, 180, 100, 60. 120 വരും. എവിടെ വരാം? 120 ഇവിടെ എവിടെയെങ്കിലും വരുമോ? ഇല്ല. എവിടെയെങ്കിലും ഈ വരച്ചിരിക്കുന്ന ഫിഗറിൽ എവിടെയെങ്കിലും 120 വരുമോ? വരുമോ? ഈ വരച്ചിരിക്കുന്ന പാരലോഗ്രാമിൽ 120 ഡിഗ്രി എവിടെയെങ്കിലും വരുമോ? അല്ലെങ്കിൽ 110 വരുമോ? വരും. മറ്റേ 2 കോണുകൾ മറ്റേ 2 കോണും 120 ഡിഗ്രി. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആകരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓപ്പോസിറ്റ് ആംഗിളാ ചോദിച്ചത് നിങ്ങളോട്. ഇപ്പൊ ഒരു ചെറിയ കോണ് 60 ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റിലുള്ള ആംഗിൾ എന്നാണ്. അപ്പൊ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോണായിട്ട് പറയരുത്. ഇവിടുത്തെ കോണാണെങ്കിൽ 120 തന്നെയാ വരാ. അവിടെ 120, അപ്പുറത്താണ് 60 ഡിഗ്രി വരെ. ഇതാണെങ്കിൽ 60, അപ്പൊ ഇവിടെയും 120 തന്നെയായിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറിപ്പോകരുത് കേട്ടാ. അപ്പൊ ഇപ്പൊ നമുക്ക് വേണ്ട ആൻസർ 60 ഡിഗ്രിയാണ്. ഇനി the angle at one vertex of an isosceles triangle is 135 degree, then its 2 equal angles are. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ 135 ഡിഗ്രി എങ്കിൽ തുല്യമായ കോണുകൾ എത്ര? തുല്യമായ കോണുകളുടെ അളവാണ് ചോദിക്കുന്നത് കേട്ടാ. 45, 22, 22.5, 55. വേഗം പറ. 22.5, അതായത് 22.5 എന്നല്ലേ ഉദ്ദേശിച്ച? ഓക്കെ, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ എന്താ പറഞ്ഞേക്കണേ, ഒരു ആംഗിള് 135 ഡിഗ്രിയാണ്. അപ്പൊ ഞാനിപ്പോ സമപാർശ്വ ത്രികോണമാണ് വരച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ആംഗിള് 135 ഡിഗ്രി കേട്ടാ. അപ്പൊ 135 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് വൈഡ് ആംഗിൾ ആയതുകൊണ്ട് ഞാൻ ഈ ആംഗിൾ ആണ് 135 ഡിഗ്രി എടുത്തേക്കണേ. അപ്പൊ അതിന്റെ മറ്റ് ഈക്വൽ ആംഗിൾസ് എത്രയൊക്കെ വീതമാണെന്നാ ചോദിച്ചാൽ. ഈക്വൽ ആംഗിൾസ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇവിടെ ആയിരിക്കണം ഈക്വൽ ആംഗിൾസ്. ദാറ്റ് മീൻസ് ഈ 2 സൈഡാണ് ഈക്വൽ ആയിട്ട് വന്നേക്കണേ. 135 ഡിഗ്രീന്റെ എന്താ പറയാ ആ ആംഗിൾ ഒഴിച്ച് മറ്റ് 2 ആംഗിളുകളായിരിക്കും ഈക്വൽ ആംഗിൾസ് ആയിട്ട് വരുന്നത്. അതിന്റെ അളവ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ എല്ലാ കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? 180 അല്ലെ? 180 എന്ത് കുറയ്ക്കണം? 135 ആയിട്ടുള്ള ഒരു ആംഗിൾ അങ്ങോട്ട് കുറയ്ക്കുക, എന്നിട്ട് അതിനെ പകുതിയാക്കുക അല്ലെ? 180 135 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 45.
45 45/2 45ന്റെ പകുതി 45ന്റെ പകുതി എന്ന് പറയുന്നത് 22.5 അല്ലെങ്കിൽ 22.5 എന്ന് കിട്ടും. 22.5 ഡിഗ്രി ഈച്ച്, രണ്ട് കോണം 22.5 ഡിഗ്രി വീതമാണ്. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് the two equal angles of an isosceles triangle are 50 degree each. Then what is its third angle? തുല്യമായ കോണുകൾ 50 ഡിഗ്രി വീതമാണെന്ന്. തുല്യമായ കോണ് ഐസോസെലസ് ട്രയാങ്കിൾ തന്നെയാണ്. തുല്യമായ കോണുകൾ രണ്ടും 50 ഡിഗ്രി വീതമാണെങ്കിൽ മൂന്നാമത്തെ കോൺ എത്ര? തുല്യമായ കോൺ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വശമാണ് തുല്യം എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടിടത്തും 50 ഡിഗ്രി, ഇതും 50 ഇതും 50. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എത്ര ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 എത്ര കുറയ്ക്കണം? ഈ രണ്ട് കോണം ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ 100 അപ്പൊ 180 100 കുറയ്ക്കാം. 100 കുറച്ചാൽ ബാക്കി 80. ഇനി ഇതിനെ പകുതിയാക്കണം? വേണ്ട. വേണ്ട ഇതിനെ പകുതി ഒന്നും ആക്കണ്ട. ഇതാണ് 80 ഡിഗ്രി ആണ് മുകളിലത്തെ കോൺ വരിക. ബാക്കി വന്ന ഒരു കോൺ 80നെ പകുതിയാക്കരുത്. 80നെ പകുതിയാക്കി ചിലപ്പോ 40 ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. അപ്പൊ 80 ഡിഗ്രിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The unequal sides of an isosceles triangle is 6 cm and its perimeter is 20 cm. Then its length of equal sides are dash. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമല്ലാത്ത വശം 6 സെന്റിമീറ്റർ, ചുറ്റളവ് 20 സെന്റിമീറ്റർ ആയാൽ തുല്യമായ വശങ്ങൾ എത്ര വീതമാണെന്നാണ് ചോദ്യം. 8 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ തുല്യമല്ലാത്ത വശം 6 സെന്റിമീറ്റർ. തുല്യമല്ലാത്ത വശം. അപ്പൊ ഇത് 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ഇത് രണ്ട് തുല്യമാണെന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഇത് 3 വശം കൂടി കൂട്ടിയാൽ, അതായത് എല്ലാ വശം കൂടി കൂട്ടുക, അതാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. എല്ലാ വശം കൂടി കൂട്ടിയാൽ നമുക്ക് 20 കിട്ടും അല്ലെ? ഇനി 20ന് ഒരു വശം നമുക്ക് ഈക്വൽ അല്ലാത്തൊരു വശം നമുക്ക് തന്നിട്ടുണ്ട്, അതങ്ങോട്ട് കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടും? ബാക്കി 14 സെന്റിമീറ്റർ അല്ലേ? ഈ 14 ഒരു വശത്തിനുള്ളതല്ല, ഒരൊറ്റ വശമായിട്ട് 14 കൂടെ ആൻസർ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുത്ത് എഴുതരുത്. 14 രണ്ടിനും കൂടി ഉള്ളതാ, രണ്ട് സൈഡുകൾക്കും ഉള്ളതാ, ഇതിനും ഇതിനും കൂടി ഉള്ളതാ. അപ്പൊ 14 നമ്മൾ എന്ത് ചെയ്യണം? /2 രണ്ടാക്കണം. 14 /2 എത്ര സെന്റിമീറ്റർ വീതായിരിക്കും? 7 സെന്റിമീറ്റർ. ഇവിടെയും 7 സെന്റിമീറ്റർ മുകളിലും, അടിയിലും മുകളിലും 7 സെന്റിമീറ്റർ ഈച്ച്. തുല്യമായ വശങ്ങൾ 7 സെന്റിമീറ്റർ വീതാണ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് ഇൻ ദ ഗിവൺ ബിലോ മെഷേഴ്സ് വിച്ച് ഓഫ് ദ മെഷേഴ്സ് cannot be the sides of a triangle. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകളാകാൻ സാധ്യമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. കേട്ടാ, ത്രികോണത്തിന്റെ വശങ്ങളല്ല ആകാൻ സാധ്യമല്ലാത്തത്. ഈ ത്രികോണത്തിന്റെ വശങ്ങളാകാനായിട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ടോ നമ്മള്? ചെറിയ രണ്ട് വശത്തിന്റെ സമ്മ വലിയതിനേക്കാൾ, മൂന്നാമത്തെ വശത്തിനേക്കാള് വലുതായിരിക്കണം. ഓക്കെ, അതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. അതായത് നമുക്കിപ്പോ ഒരു ത്രികോണം ഇപ്പൊ വരയ്ക്കാൻ പറ്റുമോ? ആ അളവുകളുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതൊരു ത്രികോണത്തിന്റെ അളവുകളാകാമോ? അല്ലെങ്കിൽ ആകാത്തത് ഏതൊക്കെ എന്നൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അത് ചോദിക്കുമ്പോൾ നമുക്കറിയണം എന്താണ് ഒരു ത്രികോണം വരയ്ക്കാനുള്ള കണ്ടീഷൻ. ഒരു ത്രികോണം തന്നിരിക്കുന്ന അളവുകൾ വെച്ചിട്ട് ആ അളവുകളെ മാത്രം നോക്കി, അല്ലാണ്ട് വേഗം നേരെ പ്രൊട്രാക്ടറും കോമസും എടുത്തിട്ട് വരച്ച് നോക്കിയിട്ട് അയ്യോ ഇത് എത്തണില്ലല്ലോ, വരയ്ക്കാൻ പറ്റില്ല, അപ്പൊ ഇത് വരയ്ക്കാൻ പറ്റില്ല, അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വരച്ച് നോക്കി പകുതി കുറച്ച് സമയമൊക്കെ നേരം പോകും. അതൊന്നും വരച്ചു നോക്കിയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അല്ലാതെ തന്നെ തന്നിരിക്കുന്ന ഗിവൺ മെഷേഴ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരു ത്രികോണം വരയ്ക്കാൻ സാധ്യമാണോ അല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന എന്തായാലും ഒരു ത്രികോണം വരയ്ക്കാൻ 3 സൈഡ്സിന്റെ അളവുകൾ ആവശ്യമുണ്ട്. 3 സൈഡ്സ് അല്ലെങ്കിൽ ആംഗിൾസ്, ഇവിടെ സൈഡ്സ് മാത്രമേ തരുള്ളൂ. സൈഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം? അതിനകത്ത് ഏറ്റവും ചെറിയ 2 വശങ്ങൾ എടുക്കുക. ഇപ്പൊ 3 വശങ്ങളാണുണ്ടാവുമല്ലോ. അതിൽ തന്നിരിക്കുന്നതിലെ 3 വശങ്ങളിൽ 2 എണ്ണം ചെറുതായിരിക്കും. ആ ചെറുതായിട്ടുള്ള വശങ്ങൾ എടുക്കുക, അത് തമ്മിൽ കൂട്ടുക. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, ആ കൂട്ടി കിട്ടുന്ന തുക എന്ന് പറയുന്നത് വലുതായിരിക്കണം. ഏതിനേക്കാൾ? മറ്റേ ബാക്കി നിൽക്കുന്ന ആ ഒരു വശത്തേക്കാൾ വലുതായിരിക്കണം. ആയിരുന്നാൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ ചെറുതായാൽ വരയ്ക്കാനും പറ്റില്ല, മാത്രമല്ല ഈക്വൽ ആയാലും വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ കൂട്ടിക്കിട്ടുന്നതും അവിടെ കിടക്കുന്ന ആ സംഖ്യയും ഒരേപോലത്തെയാണെന്ന് വിചാരിക്കുക, അപ്പോഴും വരയ്ക്കാൻ പറ്റില്ല.
ചെറുതായി പോയാലും വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണ് വ്യവസ്ഥ. അപ്പൊ അതനുസരിച്ച് നോക്കിയാൽ മതി. അല്ലാതെ വരച്ച് നമ്മൾ പകുതി എത്തിയിട്ട് അയ്യോ എത്തുന്നില്ല, വരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? 19, 10, 25 അല്ലെ? ഇത് വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റുന്ന അളവാണെന്ന് നോക്കിയാൽ ചെറിയ വശം ഏതൊക്കെയാ? ഇത് രണ്ടാണ് ചെറിയ വശം അല്ലെ? 19ഉം 10ഉം അത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? 29. 29 ഈസ് ഗ്രേറ്റർ ദാൻ 25 അല്ലെ? 25നേക്കാൾ വലുതല്ലേ? അപ്പൊ ഇത് വരയ്ക്കാൻ പറ്റും. ഇത് വരയ്ക്കാൻ പറ്റുന്നതാണ്. വരയ്ക്കാൻ പറ്റാത്തതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇത് വരയ്ക്കാൻ പറ്റുന്നതാ. 29 ഈസ് ഗ്രേറ്റർ ദാൻ 25. അപ്പൊ അത് വരയ്ക്കാൻ പറ്റും. അടുത്തത് ഏതായിരുന്നു? 40, 10, 31 അല്ലേ? 40, 10, 31 അത് വരയ്ക്കാൻ പറ്റുമോ? 40ഉം 10ഉം 31. അപ്പൊ 10ഉം 31 ആണ് കൂട്ടണ്ടേ. 10, 31 കൂട്ടി കഴിഞ്ഞാൽ 41. 41 എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ 40. അപ്പൊ അതും വരയ്ക്കാൻ പറ്റും. കാരണം 41 വലുതാണ് 40നേക്കാൾ. അത് രണ്ടും പറ്റും. അപ്പൊ ഈ രണ്ട് ഓപ്ഷനും അല്ല, നമുക്ക് തിരഞ്ഞെടുക്കാൻ നമ്മുടെ ആൻസർ അല്ല. ഇനി അടുത്തത് നോക്കണം. അടുത്തത് ഏതാ? 40, 19, 21. ഇത് പറ്റുമോ നോക്കാം നമുക്ക്. 21ഉം 10ഉം 19ഉം ആണ് ചെറിയ സംഖ്യകൾ. അപ്പൊ അത് രണ്ടും കൂട്ടും. 21ഉം 19ഉം കൂട്ടി കഴിഞ്ഞാൽ 40 ആണ്. 40 ഈസ് ഈക്വൽ ടു നമുക്ക് തന്നേക്കണം 40 തന്നെയാണ് മൂന്നാമത്തെ വശം. അപ്പൊ പറ്റുമോ? തുല്യമായാൽ പറ്റൂല അല്ലെ? തുല്യമായാലും ചെറുതായാലും പറ്റില്ല. അപ്പൊ ഇതാണ് നമുക്ക് തെരഞ്ഞെടുക്കേണ്ട ആൻസർ. ഇനി മറ്റേത് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മറ്റേത് തന്നിരിക്കുന്നത് എത്രയാ? 50, 60, 40. ചെക്ക് ചെയ്ത് നോക്കിയേ. 50, 40 ആണ് കൂട്ടേണ്ടത്. 40, 50 കൂട്ടിക്കഴിഞ്ഞാൽ 90. 90 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 60, 60നേക്കാൾ വലുത് തന്നെയാണ്. അപ്പൊ ഇതും വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വരയ്ക്കാൻ പറ്റാത്തത്, സാധിക്കാത്തത് എന്ന് പറയുന്നത് നമ്മളുടെ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സി ഇതാ വരയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്തത് അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? Given below are the measures of sides of triangles. Check which can be the sides of the triangle. വശങ്ങൾ ആകാൻ പറ്റുന്നതാണ്. നേരത്തെ പറ്റാത്തതാണ് ചോദിച്ചത്. ഇനി ആകാൻ പറ്റുന്നത് ഏതാണെന്നാ ചോദിച്ചത്. 6, 4, 11 തന്നിട്ടുണ്ട്. 10, 3, 2 തന്നിട്ടുണ്ട്. 8, 4, 10 തന്നിട്ടുണ്ട്. 15, 10, 25 തന്നിട്ടുണ്ട്. ഏതാ ഇതിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന വേഗം ചെക്ക് ചെയ്ത് നോക്കി. എല്ലാവരും പറഞ്ഞേ. ഇനിയും കിട്ടിയില്ലെങ്കിൽ മാത്രം ഞാൻ ചെയ്യുള്ളൂ. എല്ലാവർക്കും കിട്ടിയ പിന്നെ നമ്മൾ ചെയ്യുന്നില്ല. 8, 4, 10. 8, 4, 10 മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊന്നും വരയ്ക്കാൻ പറ്റില്ലല്ലോ. 8ഉം 4ഉം ആണ് ചെറിയ സംഖ്യകൾ. 12, 12 എന്ന് പറയുന്നത് വലുതാണ് 10നേക്കാൾ. ബാക്കിയുള്ളതൊന്നും പറ്റില്ല. 6, 4, 10. 6, 4ഉം ആണ് വലുത്, ചെറുത്. 6, 4ഉം കൂട്ടിയ 10 കിട്ടുള്ളൂ. പക്ഷെ 10 എന്ന് പറയുന്നത് ചെറുതായി പോയി 11നേക്കാൾ. അതുകൊണ്ട് അത് പറ്റില്ല. 10, 3, 2. 3, 2 കൂട്ടിയ 5 ആണ്. 5നേക്കാൾ എന്താണ് പറയാ? 5 എന്ന് പറയുന്നത് ചെറുതായി പോയി 10നേക്കാൾ. അതുകൊണ്ട് അതും പറ്റില്ല. 15, 10, 25. 15ഉം 10ഉം ആണ് കൂട്ടേണ്ടത്. 25 ഈസ് ഈക്വൽ ടു 25 തന്നെ. അപ്പൊ അതും പറ്റില്ല. അപ്പൊ പറ്റുന്നത് 8, 4, 10 മാത്രമേ ഉള്ളൂ. ആൻസർ ക്ലിയർ ആയോ? ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ഈ ജോമെട്രിക്കൽ പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് ചോദിക്കുന്നത് ത്രികോണത്തിന് വരയ്ക്കാൻ പറ്റുന്നതാണോ, സാധ്യമായ അളവുകളാണോ, അല്ലെങ്കിൽ അളവുകൾ സാധ്യമായ ആകാത്ത അളവ് ഏതാണ് ഇതിനകത്ത് തന്നിരിക്കുന്നതില് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അടുത്തത് 12th ക്വസ്റ്റ്യൻ ആണ്. ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ റോംബസ് ആർ ഡാഷ്. ഒരു സമഭുജ സമാന്തരികത്തിന്റെ എതിർ കോണുകൾ ഡാഷ് ആയിരിക്കും. തുല്യമായിരിക്കും. ഡിഗ്രി എന്നാണ് ചോദിച്ചേക്കുന്നത്. തുല്യമല്ല, തുല്യമാണ്, 180 ഡിഗ്രിയാണ്, ഇവയൊന്നുമല്ല. സെക്കൻഡ് ഓപ്ഷൻ അതെ, തുല്യമാണ്, ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അടുത്ത 13, ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിൽ ഹാവ് ഡാഷ് സൈഡ്സ് ഈക്വൽ. ഒരു ഇക്വിലാറ്ററൽ സമഭുജ ഡാഷ് വശങ്ങൾ തുല്യമായിരിക്കും. ഓപ്ഷൻസ് വായിക്കാം. 5, 3, 4, 2. 3 വശങ്ങൾ തുല്യമായിരിക്കും. ആൻഡ് 14th ക്വസ്റ്റ്യൻ, ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ഡാഷ് ഈച്ച് അതർ. സമഭുജ സമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ഡാഷ് ചെയ്യുന്നു, ബൈസെക്ട് ചെയ്യുന്നു, അതായത് സമഭാഗം ചെയ്യുന്നു. പെർപെൻഡിക്കുലർലി ബൈസെക്ട്, ലംബ സമഭാജി, ഈക്വൽ, തുല്യം, നൺ. ഇവയൊന്നുമല്ല. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പെർപെൻഡിക്കുലർലി ബൈസെക്ട് ആണ് കേട്ടാ. അതായത് ലംബ സമഭാജികളാണ്. ലംബ സമഭാജി.
ജിയോമെട്രിക്കൽ പാർട്ടിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് അടുത്ത ദിവസം നമ്മൾ ചെയ്യും. അതുപോലെ സർക്കിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ചെയ്യാനായിട്ട്. ക്ലാസ് കൂടി അതിനു വേണ്ടി വരും. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ഹോംവർക്ക് ആയിട്ട് എഴുതി വെച്ചോളട്ടാ. എഴുതിക്കോ. The perimeter of a square is 64 centimeter. Then its one side is dash. The perimeter of a square is 64 centimeter. Then its one side is dash. 64 സെന്റിമീറ്റർ ചുറ്റളവുള്ള 64 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം ഡാഷ് ആണ്. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം ഡാഷ് ആണ്. എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യൻ. The angles of a rectangle is dash each. ഒരു ചതുരത്തിന്റെ ഓരോ കോണും the angles of a rectangle is dash each. ഒരു ചതുരത്തിന്റെ ഓരോ കോണും ഡാഷ് വീതമാണ്. അടുത്തത് ക്വസ്റ്റ്യൻ പറയാമോ? ലാസ്റ്റ് ഏതാ ഇപ്പൊ പറഞ്ഞതാ? The angles of a rectangle is dash each. Angles of a rectangle is dash each. ഒരു ചതുരത്തിന്റെ ഓരോ കോണും ഡാഷ് വീതമാണ്. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ആൻസർ ചെയ്ത് വരുമ്പോ ആൻസർ ഞാൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. One side of a square is 16 centimeter. One side of a square is 16 centimeter. Then its area is dash. ഒരു സമചതുരത്തിന്റെ ഒരു വശം 16 സെന്റിമീറ്റർ എങ്കിൽ പരപ്പളവ് എത്ര? ഒരു വശം 16 സെന്റിമീറ്റർ എങ്കിൽ പരപ്പളവ് എത്ര? അടുത്തത്. Area of a square is 576 centimeter square. 576 centimeter square. Then its one side is dash. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 576 സെന്റിമീറ്റർ സ്ക്വയർ. സമചതുരത്തിന്റെ പരപ്പളവ് 576 സെന്റിമീറ്റർ സ്ക്വയർ എങ്കിൽ ഒരു വശം എത്ര? ഓക്കെ, ഇത്ര നിങ്ങൾ ചെയ്യാം. ഒരു സർക്കിളാണ്. അപ്പൊ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം എഴുതാം കേട്ടോ. ഹലോ മിസ്. പറയൂ മിസ്, ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണേ. ഈ ക്വസ്റ്റ്യനിലെ മിസ് ഏതിൽ നോക്കിട്ടാ പറയുന്നേ? ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടും. ഗൂഗിൾ ക്ലാസ് റൂമിലെ നമ്മളത് തലേ ദിവസം സെൻഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നോക്കി എഴുതിയെടുത്തിട്ട്
നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറുകയാണെങ്കിൽ സൗകര്യമായിരിക്കുമല്ലോ. കാരണം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ലെങ്തി ആയിരിക്കും ചില ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മളത് പറഞ്ഞു കൊടുത്ത് ആൻസർ ചെയ്ത് വരുമ്പോഴേക്കും ഒത്തിരി സമയം പോകും. ആ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. മിസ്സിന്റെ ക്ലാസ്സിന് തലേദിവസം ഉണ്ടാവുക? അതെ. എന്റെ ക്ലാസ്സിന്റെ തലേദിവസം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫ്രൈഡേ ആണ് ഇനി അടുത്ത ക്ലാസ്. അപ്പൊ നാളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ശരി. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു ഓക്കെ താങ്ക് യു.